ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെന്നൈയിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു സീരീസ് ആയിരിക്കും, പിന്നെ ഓരോ പാർട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്ന നമ്മളെ വീടിനടുത്തുള്ള രാജേഷ് ചേട്ടന്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ചെക്കിനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ചായയും കുടിച്ച് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ബോർഡിങ് ചെയ്യാന്ന് വെച്ച്. അങ്ങനെ നമ്മളെ ബോർഡിങ് തുടങ്ങി. നമ്മൾ ചെന്നൈയിലേക്ക് യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ചെന്നൈയിലെത്തിയിട്ട് നമ്മളെന്തായാലും ഒരു ട്രാവലറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 10 പേരുണ്ട്. അപ്പം ട്രാവലറേ പറ്റത്തുള്ളൂ നമുക്ക് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ അങ്ങ് ദൂരെ എവിടെയോ വണ്ടി പാർക്ക് കിട്ടേക്കുക. അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരൻ ഓൺ ദ വേ ആണ്. ഉടനെ തന്നെ നമ്മൾ കയറും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വണ്ടി എത്തി. വണ്ടി പൊളപ്പം വണ്ടിയാ. എന്തൊക്കെയായാലും ഇവിടുത്തെ ചൂടും ട്രാഫിക്കും കൊണ്ട് വീടിന്റെ AC ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ല. എന്തൊക്കെയായാലും എല്ലാരും വിശന്നിരിക്കുക. നല്ല റെസ്റ്റോറൻറ്റ് നോക്കി അവിടെ അങ്ങോട്ട് ചവിട്ടി അവിടെ ഇറങ്ങി. ഇനി അവിടുത്തെ മെനു നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും സൗത്ത് ഇന്ത്യനാണ് ഓർഡർ ചെയ്തത്. ഞാൻ മാത്രം നോർത്ത് ഇന്ത്യ ഓർഡർ ചെയ്തത്. എങ്ങനെ ഇരിക്കുന്നു ഈ കാണാൻ. ഫുഡ് വന്നു. ഞാൻ പറയട്ടെ, ഞാനിനി ഇവരെ കൂടെ തന്നെ പോകാൻ തീരുമാനിക്കുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ അവർ ഓർഡർ ചെയ്യുന്നത് കൊണ്ട് ഓർഡർ ചെയ്യാം. നോർത്ത് ഇന്ത്യയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ പറയാം. അങ്ങനെ അവിടുന്ന് ഞാൻ വിഷമത്തോടെ പുറത്തിറങ്ങിയിട്ട് ഇനി നമ്മുടെ വീഡിയോ ഇന്ന് അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്നൈയിൽ എത്തുന്നവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം നമ്മളെല്ലാവരും കുളിച്ച് ഒരുങ്ങി ഇവിടെ എങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിയാവോ? മറ്റൊരിടത്തുമല്ല, എങ്ങോട്ടോ കൊണ്ടുപോവേ അവര്. എനിക്ക് പറഞ്ഞുകൂടെ, വലിയ പിടുത്തൊന്നുമില്ല. ഇനി അവിടെ പോകുമ്പോൾ അറിയാം. എന്തൊക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞാൽ പോണേ. അവിടെ ചെന്നിട്ടുണ്ടായിരുന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ എത്തിയത് വേറൊരിടത്തുമല്ല, ചെന്നൈയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രോക്കഡൈൽ പാർക്കിലാണ് എത്തിയത്. ഇവിടെ നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് എന്തോന്നറിയാവോ? കുറെ ആമക്കുഞ്ഞുങ്ങളെ കാണാം. ആമക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ കണ്ടിട്ടുണ്ട്. എന്നാലും കൊച്ചു പിള്ളേർക്കൊക്കെ കാണും എന്നാണ് കൊണ്ടുവന്നത് മെയിനായിട്ട്. അപ്പം കൂടെ ഞാനും കൂടെ കാണുന്നു എന്നേ ഉള്ളൂ. കണ്ടില്ലേ ചാമ വെള്ളത്തിൽ കിടന്ന് ഇന്നലെയൊക്കെ. അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള ആമകളുടെ നീന്തലെല്ലാം കണ്ടതിന് ശേഷം അടുത്തിനി ചീങ്കണ്ണിയെ കാണാൻ പോവുക. അവിടെയെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. കണ്ടില്ലേ ഇതോ ദൂരെ കിടക്കണേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൈ അകത്തിടലെന്നാ എഴുതി വെച്ചിങ്ങനെ. സംഭവം ഒന്നുമല്ല. ഇതോ ഈ ഒരു പാർക്കിന്റെ സൈഡിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ കണ്ടെണ്ണമല്ല, നിറച്ച് കിടപ്പുണ്ട്. അടുക്കിയിട്ടിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ കണക്കിന് അടുക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ക്രൊക്കഡൈല. വേണ്ടി വന്നാൽ ചാടി കടിക്കും എന്നൊക്കെ ഇവർ പറയണേ. അപ്പോഴാ കണ്ടില്ലേ ഒരു ചേട്ടൻ സ്റ്റാഫ് ഇവിടുത്തെ കുറേ ചിക്കൻ കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാം എടുത്തിട്ട് എടുപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ ചിക്കൻ ഇടുമ്പോൾ എല്ലാ ചീകണ്ടിയും വെള്ളത്തിൽ നിന്ന് കരയെ കയറി വന്ന് ഇതേപോലെ എല്ലാം കിടന്ന് അടി കൂടും ഈ ചിക്കന് വേണ്ടി. ഈ പാർക്കിലെ മെയിൻ അട്രാക്ഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല ഇത് കാണാൻ. ഇവിടെ ഇതാണ് മെയിനായിട്ട് കാണാൻ വേണ്ടി എല്ലാവരും വരുന്നതും. ഇവിടെ കൂടുതൽ ആൾക്കാർ കൂടുന്ന സ്ഥലവും ഇവിടെയാണ്. ഇത് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ആമയെ കണ്ട് ചീങ്കണ്ണിയെ കണ്ട്. വേറെ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് കണ്ടോ ഇഗ്വാന. നല്ല വലിയൊരു ഇഗ്വാന തടിക്കഷ്ണത്തിൽ ഇരിപ്പുണ്ട്. നോക്കുക കാണുന്നുണ്ടോ? അതാണ് ഇഗ്വാന. പിന്നെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയാണ് ഈ വലിയ ആമ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഇതെനിക്ക് അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇത്രയും വലിയ ആമയെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് തോന്നി. പിന്നെ ഇത് കണ്ടോ, ചീങ്കണ്ണിയുടെ സ്കിന്നൊക്കെ അവർ ആ കണ്ണാടിക്കുണ്ടാത്താക്കി പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. പിന്നെ അതുകൂടാതെ തന്നെ ഇതിന്റെ സൈഡിൽ ചീങ്കണ്ണിയുടെ എന്താ പറയുക സ്കെൽട്ടനും പിന്നെ ഇത് കണ്ടോ ചീങ്കണ്ണിയുടെ മുട്ടയാ ഇവർ സ്റ്റോർ ചെയ്ത് എല്ലാം ഇവിടെ വരണവർക്ക് കാണാനും പിന്നെ പഠിക്കേണ്ടവർക്ക് പഠിക്കാം എന്തുകൊണ്ടും ചെയ്യാം.
അങ്ങനെ പലതരത്തിലുള്ള ചീങ്കണ്ണി ഇവിടെ ഉണ്ട്. പക്ഷെ പലതും വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ കാണാൻ പറ്റും, സംഭവം കൂട്ടിനകത്തുണ്ടെന്നൊക്കെ അവർ പറയണം. പിന്നെ അതെല്ലാം കണ്ട് തളർന്ന ശേഷം നമ്മളിപ്പം അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. ഇത് കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസാണ്. തമിഴ്നാട്ടിലെ മഹാബലിപുരം പറയും. ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ അവിടെ പോണതിന് മുന്നേ നമുക്ക് വിശന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നേരത്തെ പോലെ ഞാനിപ്പം റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാനാ ഇവിടെ ഓർഡർ കൊടുക്കാം. ഞാൻ അങ്ങനെ സൗത്ത് ഇന്ത്യൻ മീൽ ഞാൻ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത് മഹാബലിപുരത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നിരവധി സാധനങ്ങളുണ്ട് നമുക്ക് സൂനിയറായിട്ട് മേടിക്കാനും, പിന്നെ ബാഗും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നടന്ന് അകത്തെത്തിയപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എന്തുമാത്രം കാണാൻ പറ്റുന്നറിയില്ല, പക്ഷേ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴേ നല്ല ഭംഗിയായിരുന്നു ആ മോണുമെന്റ്സും എല്ലാം കാണാൻ ആ ഒരു വ്യൂവില്. പിന്നെ നമുക്ക് എല്ലാ മോണുമെന്റ്സിന്റെയും താഴെ അവര് QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ QR കോഡ് നമുക്ക് ഫോണിൽ സ്കാൻ ചെയ്താൽ ഇതിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറയാതിരിക്കാമല്ലോ, ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ലായിരുന്നു. കാല് തറയെ ചെരുപ്പില്ലാതെ തൊടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ അറിയാതെ എൻ്റെ ഷൂല് മണ്ണേറിയിട്ട് ഞാൻ അത് കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് ദൂരം നടന്നു. എൻ്റെ മോനെ, എൻ്റെ കാലൊരു വഴിയായി. പിന്നെ പറയണ്ടല്ലോ അവിടെ ചൂട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്ലേസിലോട്ട് വന്നിട്ടുണ്ട്. ഇതും മഹാബലിപുരത്തിന്റെ ഒരു പാർട്ടാ. ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ഇവിടത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു കല്ല്, വലിയ പാറക്കല്ല് വീഴാറായിട്ട് ഇരിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ തള്ളണുണ്ട്. അപ്പൊ ഞാനും കൂടെ പോയി തള്ളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് മൂന്നാമത്തെ പ്ലേസിലോട്ട് പോകാൻ. അവിടെ ബീച്ചൊക്കെ ഉണ്ടെന്നാ കേട്ടെ. അങ്ങനെ അവിടെ ഒരുപാട് നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും നായരിക്കുട്ടനാ പോണെ. അങ്ങനെ ഞാൻ അവിടെ കടലിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ തിമിംഗലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഓരോന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അടുത്ത നമ്മളെ പ്ലേസ് എന്ന് പറഞ്ഞത് നമ്മളെ ട്രിവാൻഡ്രത്തുള്ള കോവളം പോലെ ഇവിടെ തമിഴ്നാട്ടിലും ഉണ്ട് ഒരു കോവളം, ചെന്നൈയിൽ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ചെന്നൈയിലൊരു കോവളമുണ്ട്. അവിടെ ബീച്ചിൽ പോയി കുളിക്കണം, അതൊക്കെയാണ് പ്ലാൻ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ്. അത് ഇന്ന് വേറെ പ്ലാനൊന്നുമില്ല. ഇങ്ങനെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ബാക്കി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ. Goodbye, everyone!